ഹരേ കൃഷ്ണ. നമസ്കാരം ഭഗവാനെ. അപ്പോൾ ഈ 2025 നമ്മുടെ സ്വർഗവാതിൽ ഏകാദശിയാണ് കേട്ടോ. അപ്പം ഒത്തിരി പേരൊക്കെ വ്രതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നണു. 30-ാം തീയതി 31-ാം തീയതി ഒക്കെ വ്രതമാണ്. നമുക്ക് പാരണ വീട്ടേണ്ടത് ജാനുവരി 1-ാം തീയതിയാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. 30-ാം തീയതി വ്രതം എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 31-ാം തീയതി പാരണ വീട്ടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ. ഇല്ല 2 ദിവസം വ്രതം എടുക്കണമെന്നുണ്ടെങ്കിൽ 30-ാം തീയതിയും 31-ാം തീയതിയും എടുക്കാം. അപ്പോൾ പാരണ വീട്ടേണ്ടത് ജാനുവരിയാണ് കേട്ടോ. ജാനുവരി 1-ാം തീയതിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാനൊന്ന് വായിക്കാം. ഇതുവരെ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ 30-ാം തീയതി അയ്യോ മറന്നുപോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി എടുത്തിട്ടില്ല എന്നുള്ളവർ സങ്കടപ്പെടേണ്ട. 31-ാം തീയതിയെങ്കിലും വ്രതം എടുക്കുക കേട്ടോ. 31-ാം തീയതി എടുത്തിട്ട് നമുക്ക് 1-ാം തീയതി പാരണ വീട്ടാം. ഓക്കെ. പിന്നെ 31-ാം തീയതി ബുധനാഴ്ചയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വൈകുണ്ഠവാതിൽ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ മുടങ്ങാതെ എല്ലാവരും എടുക്കാൻ ശ്രമിക്കണേ. മാക്സിമം എല്ലാവരും എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വായിക്കാം, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നോക്കി വായിക്കുകയാണേ. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 30-ാം തീയതിയിലത്തെ കാര്യമാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് രാവിലെ 7:51 കേട്ടോ. ഏകാദശി തിഥി അവസാനിക്കുന്നത് 31-ാം തീയതി രാവിലെ 5 മണിക്കാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഏകാദശി തിഥി കുറച്ചേ ഉള്ളൂ. 31-ാം തീയതി രാവിലെ വെളുപ്പിന് 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഏകാദശി തിഥി അവസാനിക്കും. 2 ദിവസം ഉണ്ട്, പക്ഷേ രാവിലെ ആകുമ്പോൾ ഏകാദശി തിഥി അവസാനിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ 30-ാം തീയതി എടുക്കുന്നവർക്കും എടുക്കാം. 31-ാം തീയതി ക്ഷേത്രങ്ങളിൽ സ്വർഗവാതിലൊക്കെ തുറന്ന് നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദർശനം കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വായിക്കുകയാണ്. പിന്നെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഡിസംബർ 31-ാം തീയതി രാവിലെ 10:12 പിന്നെ ഹരിവാസര ദ്വാദശി അവസാന നിമിഷം എന്ന് പറയുന്നത് ജാനുവരി 1-ാം തീയതി പുലർച്ചെ 1:48 കേട്ടോ. പാരണ സമയം 31-ാം തീയതി പാരണ സമയം എന്ന് പറയുന്നത് ഡിസംബർ 31-ാം തീയതി വൈകുന്നേരം, അതായത് ഉച്ചയ്ക്ക് 1:33 തൊട്ടിട്ട് 3:40 വരെ കേട്ടോ. അതായത് 31-ാം തീയതി നിങ്ങൾക്ക് 1:33 തൊട്ടിട്ട് 3:40 വരെ നിങ്ങൾക്ക് പാരണ സമയമുണ്ട്. അപ്പോൾ 30-ാം തീയതി ഏകാദശി വ്രതം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 31-ാം തീയതി ഈ സമയമാവുമ്പോൾ നിങ്ങൾക്ക് പാരണ വീട്ടി ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്യുന്നതും അത്യുത്തമമാണ്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇനി ഏകാദശി ദിവസം എടുക്കാൻ ഇപ്പോൾ ഈ ഒരു 30-ാം തീയതി നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട. 31-ാം തീയതി നിങ്ങൾ എടുത്തോളൂ. രാവിലെ 5 മണി വരെ ഏകാദശിയും അതിന് ശേഷം ദ്വാദശിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ പാരണ വീട്ടേണ്ടത് ജാനുവരി 1-ാം തീയതിയാണ് കേട്ടോ. ജാനുവരി 1-ാം തീയതിയാണ്. 1-ാം തീയതി രാവിലെ 7:14 9:18 ഇടയിൽ നിങ്ങൾ പാരണ വീട്ടിക്കോളൂ. ഹരിവാസര സമയം എന്ന് പറയുന്നത് 30-ാം തീയതി രാത്രി 11:43 തൊട്ടിട്ട് 31-ാം തീയതി രാവിലെ 10:16 വരെ ഹരിവാസര സമയമാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക. നാരായണിയൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്യുക. അതേപോലെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാരായണിയും വായിക്കുക കേട്ടോ. ഭഗവാന് ഈ ദിവസം സമർപ്പിക്കാമെന്ന് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദിവസം സമർപ്പിക്കുക. പിന്നെ ഇത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അറിഞ്ഞത് ഇത് പിതൃക്കൾക്ക് കൂടി വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, വഴിപാടുകളൊക്കെ ചെയ്യണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ നിങ്ങൾ പോയിട്ട് പാൽപ്പായസം കഴിക്കുക കേട്ടോ. പാൽപ്പായസം കഴിക്കുക. അതേപോലെ എന്തെങ്കിലും ദാനധർമാദികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദിവസം ചൂസ് ചെയ്യൂ. വളരെ അത്യുത്തമമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾ ഈ വ്രതം എടുക്കുക. പിന്നെ ചിലർക്ക് പീരിയഡ്സ് ആണ്, എടുക്കാൻ പറ്റില്ല, എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എടുത്തോളൂ. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഭഗവാനല്ലേ. ഇപ്പോൾ മനസ്സറിഞ്ഞ് നിങ്ങൾ മനസ്സിൻ്റെ ശുദ്ധിയോടുകൂടി നിങ്ങൾ വ്രതം എടുക്കുക, ഭഗവാനിൽ സമർപ്പിക്കുക.
തീർച്ചയായിട്ടും അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരും. അതേപോലെ ക്ഷേത്ര ദർശനം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ലല്ലോ. മനസ്സിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന വിധം ചെറിയ ചെറിയ അസൗകര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും കൺസിഡർ ചെയ്ത് നിങ്ങൾ വ്രതം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. 30-ാം തീയതി എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ 31-ാം തീയതി എടുക്കുക. പിന്നെ 2 ദിവസവും എടുക്കണം എന്നുള്ളവർ 2 ദിവസവും എടുത്തിട്ട് 1-ാം തീയതി രാവിലെ ആകുമ്പോൾ പാരണം വീട്ടുക കേട്ടോ. അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാൽപ്പായസം, അതേപോലെ ഭഗവാന് നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളതൊക്കെ സമർപ്പിക്കുക. മനസ്സുകൊണ്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുക, ആത്മസമർപ്പണം ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കട്ടെ. അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ കേട്ടോ. അതേപോലെ എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വ്രതം എടുത്ത് അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ കറക്റ്റ് സമയത്തിൽ നിങ്ങൾ പാരണ വീട്ടുക കേട്ടോ. നാളെ എടുക്കുന്നവർ തീർച്ചയായിട്ടും കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ തന്നെ പാരണ വീട്ടുക. ഒത്തിരി ഇൻഫർമേഷൻസ് ഇപ്പം ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ചാനലുകളിലും ഈ ഏകാദശിയുടെ, സ്വർഗ്ഗവാതിൽ ഏകാദശിയുടെ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ക്ലിയർ ചെയ്യുക. എല്ലാം കേട്ടിട്ട് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെ പാരണ വീട്ടിക്കൊള്ളുക. ഓക്കെ. അപ്പോൾ പറ്റുന്നവരൊക്കെ നാളെ ക്ഷേത്ര ദർശനം നടത്തുക കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ സ്വർഗ്ഗവാതിൽ തുറക്കുന്ന പറയണ പോകാൻ നിർത്തിയില്ല. നാളെ ഞാൻ എന്തായാലും ഗുരുവായൂർ പോലും ഉണ്ടാവില്ല, പക്ഷെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ എന്തായാലും പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും. ഗുരുവായൂരപ്പം മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഇതം നമഃ. ഹരേ കൃഷ്ണ.